everyone, welcome to Legal Lore by Anusha. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ റിലേറ്റിംഗ് ടു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. രണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ്. അതൊന്ന് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആൻഡ് ദ സെക്കൻഡ് ഈസ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതൊരു വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ 1967 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതൊരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് UN ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീനെ വേൾഡ് ത്രൂ ഔട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് WIPO ഉള്ളത്. ഇതൊരു ഗ്ലോബൽ ഫോറം ആയിട്ടാണ് നിലനിൽക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺട്രീസ് തമ്മിലുള്ള കോർപ്പറേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും IP റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസും സ്റ്റാൻഡേർഡ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് WIPO ഉള്ളത്. ഒരുപാട് ട്രീറ്റീസിനെ ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതായത് പാരീസ് കൺവെൻഷൻ, ബേൺ കൺവെൻഷൻ, പേറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റി, ഇതിനൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് WIPOയാണ്. അതുപോലെ തന്നെ WIPO ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഡിസൈൻസിന്റെ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിന് IP സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസും WIPO കൊടുക്കുന്നുണ്ട്. ബേസിക്കലി WIPOനുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റിംഗ് കോഓപ്പറേഷൻ ഇൻ IP മാറ്റേഴ്സ്. അതായത് നമ്മൾ പറഞ്ഞു ഇതൊരു ഫോറം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കഷൻസ്, നെഗോസിയേഷൻസ്, അതുപോലെ തന്നെ IP സ്റ്റാൻഡേർഡിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇതൊരു ഫോറം പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൂടെ IP മാറ്റേഴ്സിന് ഒരു കോഓപ്പറേഷൻ വർദ്ധിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊമോട്ടിംഗ് IP പ്രൊട്ടക്ഷൻ. അതായത് ക്രിയേറ്റേഴ്സിനും ഇന്നോവേറ്റേഴ്സിന്റെ ഒക്കെ റൈറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും IP ലോസ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊവൈഡിങ് അസിസ്റ്റൻസ് ടു ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് IP മാറ്റേഴ്സിൽ അവർക്കുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ WIPO അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് WIPOന്റെ കാര്യത്തിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് WTOനെ പറ്റിയിട്ടാണ്. WTO എന്ന് പറയുന്നത് ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഇന്റർനാഷണൽ ട്രേഡ്, കൺട്രീസ് തമ്മിലുള്ള ഇന്റർനാഷണൽ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് WTO ഉള്ളത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1995 ഇതിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു എൻഷുർ ദാറ്റ് ട്രേഡ് ഫ്ലോസ് സ്മൂത്ത്ലി, പ്രഡിക്റ്റബിളി ആൻഡ് ഫ്രീലി ആസ് പോസിബിൾ. ബേസിക്കലി ട്രേഡ് സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നത് WTO ആണ്. ഇത് ഒരു ഫോറം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൺട്രീസിന്റെ എഗ്രിമെന്റ്സ് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നാഷണൽ ട്രേഡ് പോളിസീസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതൊരു ഫോറം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ട്രേഡ് റിലേറ്റഡ് ഏരിയാസ്, ഗുഡ്സിനെ പറ്റിയിട്ട്, സർവീസസിനെ പറ്റിയിട്ട്, IP ആൻഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, ഇത്രയും കാര്യങ്ങളാണ് WTOന്റെ അകത്ത് പറയുന്നത്. WTO കുറച്ച് എഗ്രിമെന്റ്സിന് അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാണ് ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്, ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ്, അതുപോലെ തന്നെ എഗ്രിമെന്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇത്രയും കാര്യങ്ങളിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇനി WTOയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ആദ്യത്തെ ഒബ്ജക്റ്റീവാണ് ട്രേഡ് ലിബറലൈസേഷൻ. WTO എയിം ചെയ്യുന്നത് ഇന്റർനാഷണൽ ട്രേഡിന് ബാരിയേഴ്സ് ഒന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ഫെയർ കോമ്പറ്റീഷൻ. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺഫെയർ പ്രാക്ടീസസ് ഒക്കെ പ്രിവെന്റ് ചെയ്തിട്ട് ട്രേഡിന്റെ ഒരു സ്മൂത്ത് ഫ്ലോ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണ്. WTO മെമ്പർ കൺട്രീസിന് വേണ്ടിയിട്ട് ഒരു ഫോറം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ഒക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം തന്നെ WTOന്റെ അകത്തുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോൾ WTO പറഞ്ഞു, WIPOയും പറഞ്ഞു, ഇതിന്റെ മെയിൻ ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് സ്കോപ്പിനെ പറ്റി പറയുവാണെങ്കിൽ WTOന്റെ സ്കോപ്പ് ഇച്ചിരി കൂടി ബ്രോഡർ ആണ്. ഇന്റർനാഷണൽ ട്രേഡിന്, ഗുഡ്സിന്, സർവീസസിന്, IPന് ഇതിനൊക്കെ കവർ ചെയ്യാൻ WTOക്ക് പറ്റിയിട്ടുണ്ട്.
വൈപ്പോന്റെ കാര്യം പറയുവാണെങ്കിൽ വൈപ്പോ IPR ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് മാത്രമാണ് കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് ലീഗൽ ഫ്രെയിംവർക്കിനെ പറയുവാണെങ്കിൽ WTOന്റെ അകത്ത് ഒരുപാട് സെറ്റ്സ് ഓഫ് എഗ്രിമെന്റ്സ് ഉണ്ട്. അത് മെമ്പർ കൺട്രീസ് നെഗോഷിയേറ്റ് ചെയ്തിട്ടും റെക്ടിഫൈ ചെയ്തിട്ടും ഉണ്ട്. അതിലൊന്നാണ് ട്രിപ്സ് എന്ന് പറയുന്നത്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇനി WTOന്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വൈപ്പോന്റെ കാര്യം പറയുവാണെങ്കിൽ ഒരുപാട് ട്രീറ്റീസും കൺവെൻഷൻസും ഒക്കെ വൈപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ പെടുന്നതാണ് പാരീസ് കൺവെൻഷൻ, ബേൺ കൺവെൻഷൻ ഒക്കെ. നെക്സ്റ്റ് ഇതിന്റെ എൻഫോഴ്സ്മെന്റ് മെക്കാനിസത്തിനെ പറ്റി പറയുവാണെങ്കിൽ WTOക്ക് ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം ഉണ്ട്. അതിൽ മെമ്പർ കൺട്രീസിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതിൽ പറയാനും അവർക്ക് അതിനെ റിസോൾവ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. പക്ഷേ വൈപ്പോന്റെ കേസിൽ അതിനൊരു ഫോർമൽ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം ഇല്ല. മെമ്പർ കൺട്രീസിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഫോർമൽ ഡിസ്പ്യൂട്ട് മെക്കാനിസം ഇല്ല. അതിൽ ഡിസ്പ്യൂട്ട്സ് ഒക്കെ റിസോൾവ് ചെയ്യുന്നത് മീഡിയേഷൻ, ആർബിട്രേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് വഴിയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ WTO ആൻഡ് വൈപ്പോ. എന്താണ് ഇതിന് രണ്ടിനും സിമിലർ ആയിട്ടുള്ളത് എന്നതാണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ കോർപ്പറേഷൻസ്. അതായത് രണ്ട് ഓർഗനൈസേഷനും മെമ്പർ കൺട്രീസിന്റെ കോർപ്പറേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഗ്ലോബൽ ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് അഡ്രസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഡെവലപ്മെന്റ്. അതായത് രണ്ട് ഓർഗനൈസേഷൻസും ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്തിട്ടാണ് ഉള്ളത്. എങ്ങനെ എക്കണോമിക് ഡെവലപ്മെന്റ് ഫോസ്റ്റർ ചെയ്യാൻ പറ്റും, എങ്ങനെ ഇന്നോവേഷൻസ് കൂടുതൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇത് രണ്ടും ശ്രദ്ധിക്കുന്നത്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ഗോളാണ്. രണ്ട് ഓർഗനൈസേഷനും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് WTO വൈപ്പോ സിമിലാരിറ്റീസ് ആയിട്ട് പറയാനുള്ളത്. ബേസിക്കലി രണ്ടും ഒരേ കോമൺ ഗോളാണ് ഷെയർ ചെയ്യുന്നത്. അതായത് പ്രൊമോട്ടിങ് എക്കണോമിക് ഡെവലപ്മെന്റ്, ഇന്നോവേഷൻസിനെ ഫോസ്റ്റർ ചെയ്യുക, ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങൾ സിമിലർ ആയിട്ട് WTOനും അതുപോലെ തന്നെ വൈപ്പോയ്ക്കും ഉണ്ട്. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക് യു എവരി വൺ ഫോർ വാച്ചിങ് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു.